നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. കാരണം വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ ശക്തമായ ഒരു യോഗം തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ സമയമെത്തി, അതായത് ഭാഗ്യം നിങ്ങളുടെ വശത്തേക്ക് തിരിയാനായിട്ട് പോകുന്ന ഒട്ടും താമസമില്ല. ഒരുപാട് നാളുകളായിട്ട് അനുഭവിച്ച കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ വൈകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ആശങ്ക ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ ആശങ്ക വേണ്ട. മാറ്റങ്ങൾക്കുള്ള സമയമാകുന്നു. ധനലാഭം നിങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് വരാൻ പോവുകയാണ്. വളരെയധികം ദൈവികമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് വിശാഖം. അവരുടെ മനസ്സ് വളരെ ശാന്തവും ഒരു ലക്ഷ്യബോധം ഉള്ളതുമാണ്. ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അപൂർവം തന്നെയാണ്. പുറമേ നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരാളായിക്കോട്ടെ, പക്ഷെ ഉള്ളിൽ ഒരു തീ പിടിച്ച ആത്മവിശ്വാസം തന്നെ ഉണ്ട്. അത് കെടാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്വന്തമായിട്ട് എന്തെങ്കിലും നേടണം എന്നത് ഒരു ഉറച്ച ആഗ്രഹം തന്നെയാണ്. അത് നിങ്ങൾക്ക് സാധിക്കുവാൻ കഴിയും. നിങ്ങളെ മനസ്സിലാക്കുന്നത് തന്നെ എല്ലാവർക്കും എളുപ്പമല്ല. അതുകൊണ്ട് പലപ്പോഴും നിങ്ങളെ തെറ്റായിട്ട് പലരും, കൂടെ നിൽക്കുന്നവർ പോലും തെറ്റായിട്ട് വിലയിരുത്തുവാനുള്ള സാധ്യതകൾ വരും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിലവിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പമോ സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണെങ്കിൽ കൂടി, പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ കൂടി, നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അതിനൊക്കെ പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് തന്നെയാണത്. ഇനി നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ ഒരു ഘട്ടം തന്നെയാണ്. നിങ്ങളിനി മുന്നോട്ട് കടന്നു പോകാൻ ഇരിക്കുന്നത് തന്നെ ആ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലേക്കാണ്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ നല്ലതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സമയം തന്നെയാണ്. അത് കുറച്ച് വൈകിയാലും അത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഉറപ്പുള്ള ഒരു വിജയമാണ്. ഒരു വലിയ അവസരം വരും. അതിലൂടെ തന്നെ ജീവിതത്തിൻ്റെ സ്ഥിരത നിങ്ങൾക്ക് കൈവരുത്തുവാനായിട്ട് സാധിക്കും. അതിനാൽ ദൈവികമായിട്ട് വിശ്വാസത്തോടെ, ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ സമാധാനത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണിലത് ഈശ്വരൻ കാണിച്ചു തരും. നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയാണോ അത് നിങ്ങൾക്ക് കാട്ടി നൽകും. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കില്ല. നല്ലൊരു മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഈശ്വരഭക്തിയും നീതിനിഷ്ഠയും എല്ലാം ഇവരുടെ ഗുണങ്ങൾ തന്നെയാണ്. അതുപോലെ ഇവരിൽ പലരിലും ഒരു കൗമാരം വരെയൊക്കെ മാത്രമേ പിതാവിനോടൊത്തുള്ള ഒരു ജീവിതം മിക്കപ്പോഴും ലഭിക്കുകയുള്ളൂ. അതുപോലെ പിതാവിനെ കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. ചെറുപ്പം മുതൽ തന്നെ കുറച്ച് പരിശ്രമശീലരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിൽ ശ്രദ്ധാലുക്കളുമായിരിക്കും. അതിന് പ്രാപ്തരായി തീരുന്നതാണ്. മിക്കപ്പോഴും വിശാഖംകാരുടെ നിലപാടുകളിൽ ചില പ്രത്യേകതകൾ കാണാറുണ്ട്. അത് മറ്റുള്ളവരെ നോട്ട് ചെയ്യുന്ന ചില നിലപാടുകൾ തന്നെ ആകാനാണ് സാധ്യത. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഇവരുടെ ആ ഒരു മേധാശക്തി കൂടുതലായിരിക്കും. ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവയ്ക്കുന്ന വ്യക്തികളല്ല. വിധേയത്വത്തോടു കൂടി ആർക്ക് മുന്നിൽ ഇവർ നിൽക്കാനായിട്ട് തുനിയുകയുമില്ല. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇവർക്ക് വളരെ കുറവാണ്. അത് മതപരമായാലും ആചാരമായാലും എന്തു തന്നെ ആയാലും അവർക്ക് അന്ധമായിട്ടൊരു കാര്യത്തെയും വിശ്വസിക്കുന്ന സ്വഭാവമില്ല. അതേസമയം സത്യത്തെയും ധർമ്മത്തെയും നീതിയെയും എല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട്, ആ ഒരു ജീവിതം നയിക്കാനായിട്ട് ഇവർക്ക് കഴിയുകയും ചെയ്യും. ഈ വിശാഖം നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർ കുടുംബം നയിക്കുന്നതിൽ വളരെ വിജയിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ ഔദ്യോഗിക മണ്ഡലത്തിലാണെങ്കിലും അവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും. സ്വന്തമായിട്ടൊരു തൻ്റെ ഇടത്തോടു കൂടി പല തീരുമാനങ്ങളും എടുക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവരുടെ ഭർത്താക്കന്മാർക്ക് ഇവരൊരു ഭാഗ്യമാണ്. ഇവർ ഭർത്താക്കന്മാരുടെ കൂടെ ഉള്ള സമയത്ത് അവർക്ക് പല കാര്യങ്ങളും വളരെ അനുകൂലമായിട്ട് തന്നെ വന്നെത്താനുള്ള സാധ്യതകളാണുള്ളത്. വിശാഖം നക്ഷത്രത്തിലുള്ള സ്ത്രീകളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെയുണ്ട്.
ഇവർക്ക് അലങ്കാരങ്ങളോ അതല്ലെങ്കിൽ ആഭരണങ്ങളോ അങ്ങനെയുള്ള ആർഭാടങ്ങളിലോടൊന്നും താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ഇവർക്ക് ആത്യന്തികമായിട്ട് ഇവരുടെ കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നതിലും സാമ്പത്തികമായിട്ട് കെട്ടുറപ്പുണ്ടാക്കുന്നതിലുമൊക്കെ വളരെ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കും. വിശാഖ നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രാഗ്നിയാണ്. നക്ഷത്ര മൃഗം എന്നത് സിംഹമാണ്. വിശാഖ നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തി അവരുടെ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശാകാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്നതാണ്. അവർക്ക് വളരെ അനുകൂലമായിട്ട് വരും ആ ഒരു സമയം. ഓരോ മാസത്തിലുമുള്ള വിശാഖ നക്ഷത്ര നാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശാഖ നക്ഷത്ര ദിവസം വിഷ്ണു പൂജ നടത്തുന്നതും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഇവർക്ക് ഒരുപാട് അനുകൂലമാണ്. ഒരുപാട് നല്ല കാര്യങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിനും മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ദോഷങ്ങളെയൊക്കെ അകറ്റി ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിനും വളരെ നല്ലതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമവും ഇവർക്ക് അനുകൂലമാണ്. അത് ജപിക്കുന്നതും ഒക്കെ ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് പുരോഗതി ഉണ്ടാക്കുന്നതാണ്. വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന് വരുന്ന ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി ഇവർക്ക് ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഈശ്വര ഭജനം തന്നെ നടത്താനായിട്ട് അനുകൂലമാണ്. വിശാഖത്തിലെ തന്നെ തുലാക്കൂറിലുള്ള വ്യക്തികൾ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും, വൃശ്ചികക്കൂറുകാരാണെങ്കിൽ കുജനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യൻ്റെ ഭജനം, അതുപോലെ ഭദ്രകാളി ഭജനം അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഒക്കെ പോകുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളിലും ക്ഷമാശീലത്തോടെയും സഹിഷ്ണുതയോടെയും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഒന്നിലും എടുത്ത് ചാടി തീരുമാനം എടുക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചില കാര്യങ്ങൾ അമിത ആവേശം കാട്ടി തീരുമാനം എടുത്തതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ തന്നെ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കും. അതുപോലെ ആത്മീയമായിട്ട് ഉള്ള വിഷയങ്ങളിൽ ഒരു ആഭിമുഖ്യത്തോടു കൂടി നിൽക്കുന്ന ഒരു സമയമാണ് വരുന്നത്. ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മിക്കവാറും നല്ല ആശയങ്ങളും പദ്ധതികളും ഒക്കെയാണ്. അത് പ്രാവർത്തികമാക്കാനായിട്ട് ചിലരുടെ സഹായങ്ങൾ വേണ്ടിവരും. അത് ഇവർക്ക് നല്ല രീതിയിൽ അവതരിപ്പിച്ച് നേടാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോഴും പൊതുജനത്തിൻ്റെ അഭിപ്രായത്തെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ അഭിപ്രായത്തെയോ ഒക്കെ ഭയപ്പെടുന്ന വ്യക്തിയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ വെക്കാൻ പലപ്പോഴും നിർബന്ധിതരാകും. ആ മാനസികാവസ്ഥയിൽ പുറമേയുള്ള ചില വ്യക്തികളുമൊക്കെ വളരെ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. പല കാര്യങ്ങളും തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് പല വ്യക്തികളെയും കാണുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ പോലും മനസ്സിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പിടിച്ച പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരം കണ്ടെത്താനും സ്വയം തന്നെ ചിന്തിച്ച് ചില പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ഗുണം തന്നെയുണ്ട്. എല്ലാവരെയും ആകർഷിക്കാനായിട്ട് കഴിയുന്ന ഒരു സ്വഭാവവും കൂടെ ഉണ്ട്. പലരോടും യോജിച്ച് പോകാനായിട്ട് സാധിക്കുന്ന ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് അവരോടൊക്കെ യോജിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഏതൊരു കാര്യത്തിലാണെങ്കിലും അവിടെ ഒരു സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താനായിട്ട് സാധിക്കും. കൂടെ നിൽക്കുന്നവരെയും അനുനയിപ്പിച്ച് അവിടെ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്നവരാണ്. കാരണം ഈ വ്യക്തികൾക്ക് ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവരെയും കൂടി ഉത്സാഹിപ്പിച്ച് ഒരു അലസതയില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു യോഗം തന്നെ മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തുമാറ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോരാടി തന്നെ പുരോഗതിയിലേക്കും വിജയത്തിലേക്കും കുതിക്കുന്നവരാണ്. അതിനാൽ നിങ്ങൾക്ക് സമാധാനമായി തന്നെ മുന്നോട്ട് പോകാം. മുന്നോട്ട് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊന്നും നിങ്ങളെ സംബന്ധിച്ച് നിസ്സാരമായി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. വിശാഖ നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.